4.5 കിലോമീറ്ററുള്ള ഒരു ടണലിലേക്കാണ് പ്രവേശിക്കുന്നത് കേട്ടോ. ഇത് ഈ പാമര ഹൈവേയിലേക്ക് പോകുന്നതിന് അടുപ്പിച്ചിട്ടുള്ള ഒരു ടണലാണ്. 4.5 കിലോമീറ്ററാണ് ഇതിൻ്റെ ദൂരം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളെ നാടൻ ജീവിതം തന്നെ കേട്ടോ. കാരണം പശുക്കളും ആടുകളും പിന്നെ അതേപോലെ കൃഷികളും ഇതൊക്കെ ആയിട്ട് നമ്മളൊരു നാടൻ ജീവിതം ഇവിടെയൊക്കെ. നമ്മൾ പാമര ഹൈവേയിലേക്ക് പോകുന്ന പിന്നെ റോഡാണ് കേട്ടോ ഇത്. കുറച്ചും കൂടെ കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പാമര ഹൈവേ എത്തും. പാമര ഹൈവേ ലോകത്തിലെ ഏറ്റവും വലിയ ഹൈവേ ആണെന്നാണ് പറയപ്പെടുന്നത്. കാരണം വളവും തിരുവായിട്ട് ഭയങ്കര 4500-600 അടി പൊക്കത്തിലാണ് ഉള്ളതെന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് കാണാം. ഓക്കെ, മൂന്നാമത്തെ ടണലും പാമര ഹൈവേയിലേക്ക് കയറാൻ പോവുകയാണ്. ഇത് ചെറിയ ടണലാണ്. മൂന്നാമത്തത് കയറാൻ പോവുകയാണ്. ഹായ് ഗേസ്, നിസാർ ഫ്രം വയനാടാണ്. ഞങ്ങളിപ്പോൾ തജിക്കിസ്ഥാനിൽ നിന്ന് കിർഗിസ്ഥാനിലേക്ക് പോകുന്ന റൂട്ടായി കാണുന്നത്. പാമര ഹൈവേനെ കുറിച്ചിട്ട് ഒരുപാട് ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. 4600 അടി കയറണം എന്നാണ് പറഞ്ഞത്, അതായത് വണ്ടിയും കൊണ്ട്. അപ്പോൾ പിന്നെ ഇതുവരെ കുഴപ്പമൊന്നുമില്ല, നല്ല റോഡും കാര്യങ്ങളും തന്നെയാണ്. പിന്നെ ഇതൊരു മിലിറ്ററി സൈഡാണ്. കാരണം ഫസ്റ്റ് മിലിറ്ററി ചെക്ക് പോസ്റ്റ് കടന്നതിന് ശേഷം ആകെ ഒരു കാറേ കണ്ടിട്ടുള്ളൂ. ഒരു ലോറി ഇങ്ങനെ അങ്ങോട്ട് പോകുന്നുണ്ട്. ഏകദേശം ഒരു 3 മണിക്കൂർ ടൈമിൻ്റെ ഉള്ളിൽ കണ്ടൊരു വണ്ടിയാണ്. വണ്ടികൾ കുറവാണ്. അപ്പോൾ എന്തായാലും ഈ പാമര ഹൈവേ കയറാൻ പോവാണ്. ബാക്കി വീഡിയോ കാണാം. ഇതെല്ലാം തജിക്കിസ്ഥാനിൽ നിന്ന് കിർഗിസ്ഥാനിലേക്ക് പോകുന്ന റൂട്ടാട്ടോ കാണിക്കുന്ന. ഫുള്ള് മലകൾ. ശരിക്കും ഇപ്പം നമ്മളെ വണ്ടി പോകുന്നവരെ 2 കാറാ ഇവിടുത്തെ പോയത്. വേറൊരു വണ്ടിയോ ലോറിയോ ഒന്നും കാണാൻ സാധിച്ചിട്ടില്ല. ഇതൊരു മിലിറ്ററി ഏരിയയും കൂടിയാണ്, അതുകൊണ്ടായിരിക്കാം. നമ്മൾ മിലിറ്ററി ചെക്ക് പോസ്റ്റിൽ നിന്ന് നമ്മൾ പെർമിഷൻ കാണിച്ചു കൊടുത്ത് പോയിക്കോന്ന് പറഞ്ഞു. എന്തായാലും ഇത് വൻ മലേൻ്റെ ഇടയിൽ കൂടിയാണ് ഈ റോഡ് ഇങ്ങനെ ഉണ്ടാക്കിയത്. വീഡിയോ ഷെയ്ക്ക എന്നത് ഡ്രൈവിങ്ങും വീഡിയോയും കൂടെ ഒന്നിച്ചാണ്, അതുകൊണ്ടാണ്. ഇവിടുത്തെ ഒരു സീന് കണ്ടോ? ഇതാ ഇവിടെ കണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ അതിൻ്റെ മുകളിൽ നിന്ന് സൂചി പോലെ വെള്ളം ചാടുന്നു. എന്ത് മനോഹരം വേണ്ടോ? അയവ, ഈ മേലോട്ടൊക്കെ നോക്കുമ്പം പേടിയാകുക. നിങ്ങളെ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന തജിക്കിസ്ഥാനാണ്. അതേപോലെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന മല ഈ വെള്ളത്തിൻ്റെ അപ്പുറം
അഫ്ഗാനിസ്ഥാനാണ് കേട്ടോ. അത് അതിലൊരു ചെറിയൊരു കാറ് പോകുന്നുണ്ട്. അതാ സൈഡിൽ കൂടെ. ഇത് അഫ്ഗാനിസ്ഥാനാണ്. രണ്ടിൻ്റെ സെൻട്രലാണ് നമ്മളുള്ളത്, ഈ ഫാമിലിയും ഞങ്ങളൊക്കെ. ഞങ്ങള് നമ്മളെ യാത്രയിൽ പാമര ഹൈവേന്ന് കണ്ട രണ്ടാളുകളാണ് ബൈക്കും കൊണ്ട്, ഹസ്ബൻഡും വൈഫും. പിന്നെ ഇവര് അമേരിക്ക. അപ്പൊ ഇവരിങ്ങനെ നമ്മളെ പോലെ ഇറങ്ങിയതാണ്. ഓക്കെ, ഹലോ. അപ്പോൾ ഏതാ ഇവരെ കണ്ട് പരിചയപ്പെട്ട് പാമര ഹൈവേ എന്നാണ് കാണുന്നത്. ഹസ്ബൻഡും വൈഫുമാണ്, രണ്ട് പിന്നെ ബൈക്കും വിലേക്ക് കേട്ടോ. ഓക്കെ, നല്ല റോഡായിരുന്നു. അവിടെ നിന്ന് മലയിടിഞ്ഞ് വന്നിട്ട് റോഡ് ഇല്ല, ഒരു സൈഡിൽ കൂടെ പോകണം. വേണ്ട, ഫുള്ള് പാറ ഉരുണ്ട് വന്നിട്ട് റോഡില്ല. മല കാണുന്നത് മഞ്ഞ്, അതായത് ഐസും കട്ട. ആ മലയാണിപ്പോൾ നമുക്ക് കയറേണ്ടത്. തജിക്കിസ്ഥാനിലാണ് ആ മല. ഇപ്പോൾ കയറണമെങ്കിൽ ഇനിയും 800 കിലോമീറ്റർ ഓടണം. ഞങ്ങളെ ഈ കാണുന്ന വെള്ളം ഉണ്ടല്ലോ, ഇത് മേലേന്ന് ആ കാണുന്ന മലയിൽന്ന് ഐസ് ഉരുകിയിട്ട് വരുന്ന വെള്ളമാണ്. ഇത് കാണാനും പാമര ഹൈവേ കാണാനും വേണ്ടിയിട്ടുള്ള യാത്രയാണ്. ഏകദേശം ഒരു 2600 കിലോമീറ്ററോളം യാത്ര ചെയ്യണം. ഇതേപോലെ ഭയങ്കര റിസ്ക്കുള്ള യാത്ര. പക്ഷെ കുഴപ്പമില്ല, അത് കാണണം. ഓക്കെ, ഈ പാമർ ഹൈവേൻ്റെ താഴത്ത് കൂടെ പിന്നെ ഒരു ലേഡിയും 2 ജെൻസും സൈക്കിളും ചവിട്ടി വരുന്ന രംഗമാണ് കാണുന്നത് കേട്ടോ. കാരണം നമുക്ക് എൻ്റെ ഈ വണ്ടി തന്നെ ഡ്രൈവ് ചെയ്ത് വരാൻ കഴിയുന്നില്ല. മാതിരി പാറക്കല്ലും അതേപോലെ കയറ്റവും കാര്യങ്ങളൊക്കെയാണ്. ഒരു ഹസ്ബൻഡും വൈഫും എന്നാ തോന്നുന്നത്, പരിചയപ്പെടാം. സൈക്കിളും ചവിട്ടി വരുന്നതാണ്. ഹായ് ബ്രോ. ഇത് കണ്ടോ ഗേസ് നിങ്ങൾ റോഡിൻ്റെ ഗുണം? എന്താ റോഡ്! ഒരു ലോറി അങ്ങനെ ഇങ്ങോട്ട് വരുന്നത്, ഇങ്ങനെ അങ്ങോട്ട് പോകുന്നത്, ലോഡും വണ്ടി. ഈ മലേൻ്റെ ഈ പാറക്കല്ലിൻ്റെ ഇടയിൽ കൂടെ അവിടെ നമ്മളും യാത്ര ചെയ്യും. പക്ഷെ ഭയങ്കര രസമുള്ള യാത്ര. പേടിയുണ്ട്, കല്ല് മേലെ നിന്ന് വിരുണ്ട് വരുമെന്നല്ലോ. വലിയ വലിയ കല്ലുകൾ, ലോറി പോകുന്ന കോലം കണ്ട നമ്മൾ. ഇതെന്താ സിമെൻറ്റ് ലോഡായിട്ടാണ് തോന്നുന്നത്. നല്ല വെയിറ്റുള്ള ലോഡാ. മേലേന്ന് കല്ല് വീണോണ്ടിരിക്കുന്നുണ്ട്. ഒരു ചെറിയ കല്ല് നമ്മളെ ബോഡിക്ക് അടിച്ചിട്ടുണ്ട്. ഒരു ചെറിയ കല്ല് മേലേന്ന് ചെറിയൊരു പൊടി ബോഡിക്ക് അടിച്ചിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് സൗകര്യം കിട്ടുമ്പോൾ നിർത്തിയിട്ട് നോക്കണം എന്താ പറ്റിയെന്ന്. കാണുന്ന റോഡ് നമ്മൾ തജിക്കിസ്ഥാനിൽ കിർഗിസ്ഥാനിലേക്ക് പോകുന്ന റൂട്ടാണ് ഈ കാണുന്നത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് കാണുന്ന പിന്നെ സ്ഥലം അഫ്ഗാനിസ്ഥാനാണ് കേട്ടോ. അത് നമ്മളൊരു മിലിറ്ററിക്കാരോട് ചോദിച്ചാൽ അവിടെ എങ്ങനെ തൂക്കം പിടിച്ച് നിൽക്കുന്നുണ്ടപ്പോൾ ചോദിച്ചതാണ് അതെന്താണ്. അപ്പം പറഞ്ഞാൽ അത് അഫ്ഗാനിസ്ഥാനാണ്, ഇത് തജിക്കിസ്ഥാൻ എന്നാണ് നമ്മളോട് പറഞ്ഞത്. ഓക്കെ, ഇനി സഞ്ചരിക്കാനുള്ള റോഡാണിത്. വളരെ മോശപ്പെട്ട റോഡാണ്, എന്നാലും കുഴപ്പമില്ല, നല്ല എക്സ്പീരിയൻസാണ്. ഓക്കെ, റോഡ് വളരെ മോശം. അതായത് തജിക്കിസ്ഥാനിൽ നിന്ന് കിർഗിസ്ഥാനിലേക്ക് പോകുന്ന റോഡായി കാണുന്ന പറ്റ മോശം. 6 മണിക്കൂറാണ് കാണിക്കുന്നത്, 285 കിലോമീറ്ററിന്. അത്രക്കും മോശം റോഡ്. ഈ റോഡിൻ്റെ അപ്പുറം കാണുന്നത് അഫ്ഗാനിസ്ഥാനാണ്. ഇപ്പുറം നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ തജിക്കിസ്ഥാൻ. ഇതാ 1 ഇഞ്ച് തെറ്റേലേക്ക് കുറച്ചിട്ട് ഇതാണ് നമ്മൾ യാത്ര ചെയ്യുന്ന റോഡ്. എന്താ താഴത്ത് ഒരു വടിക്കണക്കിന്
ഇങ്ങനെ കാണിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാനിത് വീഡിയോ എടുക്കുന്നത്. നമ്മൾ പോകുന്ന റോഡായിരുന്നു. ഉണ്ടാ ഒരു ഇഞ്ചി തെറ്റിയാൽ എന്തായി താഴത്തേക്ക് പുതിയൊരാണ് വന്നുകൊടുക്കുന്നത്. ഈ കൊക്കയിലേക്ക് നൂൽ പോയിന്റിന് ഡ്രൈവ് ചെയ്യാം. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയാൽ താഴത്ത് പോകും. ഇതൊക്കെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആട്ടോ. ഈ കാണുന്നതുണ്ടല്ലോ, ഇത് പിന്നെ നമ്മളെ മിൽക്കിൻ്റെ ഈ വെടിവെക്കൽ നടക്കില്ലേ, അങ്ങനെ അവർ നിൽക്കുന്നൊരു സ്ഥലമാണ്. നമ്മൾ സാധാരണ ടി വിയിലെല്ലാം കണ്ടത്, ഇപ്പോൾ ഡയറക്റ്റ് ഇപ്പോഴാണ് കാണുന്നത്. ഞങ്ങൾ കിർഗിസ്ഥാനിലേക്ക് പോകുന്ന വഴിക്ക് ഇവിടെ റോഡ് ബ്ലോക്കായിട്ടുള്ള വർക്ക് കിടക്കുന്ന ഈ ബൈക്ക് ഡ്രൈവർമാർ തിരിച്ചു പോകുന്നതാണ്. വൈകിട്ട് 6 മണിക്കാണ് തുറക്കുള്ളൂ എന്നാണ് പറയുന്നത്. 6 മണി വരെ പച്ച വെള്ളം കിട്ടില്ല. ഇവിടെ പീടിയില്ല, ഒന്നുമില്ല, വണ്ടിയില്ലാന്ന വെള്ളം ഇല്ല, കഴിഞ്ഞിന് ഭക്ഷണം കഴിച്ചിട്ടില്ല. എങ്കിലും 6 മണിക്ക് നമുക്ക് ഇവിടുന്ന് പോക്ക് നടക്കുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, കുഴപ്പമില്ല, വിശക്കുന്നൊന്നുമില്ല, അതുകൊണ്ട് വിഷയമില്ല. വൈകിട്ട് 6 മണിക്ക് അത് ഓപ്പൺ ചെയ്യുള്ളൂ എന്ന് പറയുന്നത്. കാരണം ആ കാണുന്ന മല ഇടിഞ്ഞ് റോട്ടുമ്പിലേക്ക് വീണതാണ് കേട്ടോ. JCBയും അതേപോലെ ഇറ്റാച്ചെല്ലാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നമ്മളെ ഒന്നിച്ചുള്ള വണ്ടിയെല്ലാം ബാക്കിലാണ് ഉള്ളത്. അനസുബായി നമ്മളൊന്നിച്ചല്ലുള്ള, അനസുബായി വേറെ ഒരു സ്ഥലം സന്ദർശിക്കാൻ പോയതാണ്. അതിനകത്താണ് അരിയും സാധനമൊക്കെ ഉള്ളത്. സ്റ്റൗവും പാത്രങ്ങളും എൻ്റെ വണ്ടിയിലുള്ളത്, അല്ലെങ്കിൽ നമുക്ക് വെച്ച് തിന്നായിരുന്നു. പിന്നെ താമസിക്കാനുള്ള ടെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭക്ഷണത്തിൻ്റെ കാര്യമാണ് കുറച്ച് ബുദ്ധിമുട്ടാകുക. നോക്കാം. ഇത് ഇന്നലെ ഇടിഞ്ഞാന്നാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്. ആ ദൂരത്ത് കാണുന്ന കണ്ടെയ്നർ ഇന്നലെ വന്ന് നിർത്തിയിട്ടേ പോലും. ഇന്ന് വൈകിട്ട് 6 മണിയാകുമ്പോഴത്തേന് കഴിയുമെന്നാണ് പറയുന്നത്. ആ കാണുന്ന മണ്ണ് തേച്ച് എന്ത് ചെയ്യണം, JCB ഇറ്റാച്ചും കോരി തീർക്കണം. അത് മാത്രമല്ല, ഇവിടുന്ന് എങ്ങോട്ട് പോകണമെന്നൊരു ഐഡിയ ഇല്ല. കാരണം പിന്നെ തിരിച്ച് പോകുന്നതാണെങ്കിൽ ഒരു 2600 കിലോമീറ്ററോളം ബാക്കോട്ട് ഓടണം. അത് ഫുള്ള് കട്ട് റോഡാണ്. പക്ഷെ നമ്മൾ വന്ന ആവശ്യം നടക്കില്ല. നമ്മൾ വന്നത് പാമറൈവ കയറാനും ഐസ് മല കാണാനാണ് വന്നത്. പക്ഷെ ഇവിടെ ഒരു പീടിയില്ല, ഒരു വെള്ളമില്ല, ഒന്നുമില്ലാത്തൊരു കുടിക്കാൻ പോലും ഒരു വെള്ളമില്ല. കുഴപ്പമില്ല, എന്താവും നോക്കാം നമുക്ക് അല്ലേ ഗൈസ്. ഇത് കഴിഞ്ഞിട്ടൊന്നുമില്ല. ഇത് 7 മണിക്കൂർ പറഞ്ഞ പോലെ രാവിലെ 6 പറഞ്ഞ പിന്നെ 7 പറഞ്ഞ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഇനി എനിക്ക് തോന്നുന്നത് രാത്രി ഒരു 9-10 മണിയെല്ലാം ആവുന്നതാണ്. ഇത്രയും വണ്ടികൾ ഇപ്പോൾ വന്നിവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാം റെഡിയാവും. മല ഇടിഞ്ഞ കാരണം ഞങ്ങളൊക്കെ കേസ് ഇങ്ങനെ ഇവിടെ റെസ്റ്റ് ചെയ്യുകയാണ്. ഇത് അമേരിക്കയിൽ നിന്ന് വന്ന ബൈക്ക് റൈഡർമാരാണ്. ഇവിടെ ഏതൊരു ലേഡി ഇരിക്കുന്നത്, അതിൻ്റെ തൊട്ടപ്പുറം നമ്മളെ വണ്ടി. ഇനി എപ്പോഴാണ് ഇത് മാറുകയെന്നറിയില്ല. 7 മണിക്കൂറാണ് പറഞ്ഞതെന്ന് പറഞ്ഞത്. ഇവർ ഞങ്ങളൊക്കെ ഒന്നിച്ചാണ് യാത്ര ചെയ്യുന്നത് കേട്ടോ. ജനറൽ ഹോസ്പിറ്റലല്ലേ?
ജനറൽ ഹോസ്പിറ്റലിലെ സൂപ്രണ്ട് പോലും ജനറൽ ആശുപത്രി എന്ന് പറയില്ല, ജനറൽ ആശുപത്രി എന്ന് പറയും. ഈ കാണുന്ന ഇന്നലെ ഞങ്ങൾ ബ്ലോക്കൊക്കെ ഒഴിവായി ഞങ്ങൾ രാവിലെ പിന്നെ ഓംലേറ്റും ബ്രെഡും നാസ്ത ഉണ്ടാക്കുന്ന രംഗമായി കാണുന്നത്. പിന്നെ അത് അങ്ങ് അവിടെ നിന്ന് മരത്തിൻ്റെ തണലിൽ നിന്ന് മഴപ്പൂസും പിന്നെ നമ്മളെ റമീസും കൂടെ ഓംലേറ്റിലേക്കാണ് അടുപ്പ് കത്തിക്കുന്നത്. ഇതിനാണ് കുടിക്കുന്നത്. ഹൈ ആൾട്ടിറ്റ്യൂഡ് സിക്നസ് വരാണ്ട് കണ്ടിട്ട്. അത് നമ്മൾ ഈ പാമർ ഹൈവേ കയറുന്നതുകൊണ്ടാണോ? പാമർ ഹൈവേ 4500 മീറ്റർ ഉയരത്തിലല്ലേ, അപ്പം ഹൈ ആൾട്ടിറ്റ്യൂഡ് സിക്നസിൽ നിന്നും രക്ഷ തേടാൻ വല്ല കാര്യമൊന്നുമില്ല, എന്നാലും എടുക്കാം. ഒന്ന് ഞാനും കുടിച്ചിനെ റൈസാ ഇനി കുടിക്കുമോ വയലേ കാണട്ടാ. അല്ല അത് ദൈവന് വരുന്ന അറിയാമല്ലോ. പൊടിച്ചിട്ടോ പാങ്ങർ ചുരം കയറുന്നതിന് ഒരു മുൻകരുതലായിട്ടാണ് ഈ ഗുളിക കേട്ടാ. നീ ഒരു പ്ലേറ്റ് വിളമ്പുക. എന്നാൽ പിന്നെ ഈ രണ്ടോ എത്ര പ്ലേറ്റ് ഉള്ളത്? 4 പ്ലേറ്റാ? 4 പ്ലേറ്റിലും മറ്റുള്ള വണ്ടിയിലുള്ള നമ്മൾ മനസ്സിലായില്ല. 1 2 ആളായിക്കട്ടല്ലേ? 5 ബ്രെഡ്. സെറ്റാക്കി തരാം. വെള്ളം ഇത് പോയോ? ഇത് കഴുകാൻ ടൈമിൽ പൊടിയുണ്ടോ? പണ്ടുണ്ടല്ലേ മുട്ട നമ്മുടെ നാട്ടിൽ മുട്ട. ഇത് പഞ്ചസാരയും മുട്ടയും ഉള്ളിയും അത് പച്ചവെള്ളം ഇല്ലാതെ. ഇതെന്ത് Scrambled egg with bread. യെസ്. കത്തിയുടെ ഇത് രണ്ടാക്ക് വിളമ്പുന്ന ആ മുജീബ. ഓംപ്ലേറ്റിൽ ഷുഗർ ചേർത്തി ഇതും ഇവിടുത്തെ ഈ ബ്രെഡും സുഭക്ഷ ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ? അടിപൊളി. സൂപ്പർ അടിപൊളിയല്ലേ? നമ്മളിപ്പോൾ നാട്ടിൽ നിന്ന് ദോശയും പുട്ടും തിന്നോക്കുമ്പോൾ ഇന്ന് 50 സോമ കൊടുത്തിട്ട് വാങ്ങിയതാണ് ബദാം. ഇതാ ബദാമും അതേപോലെ കേശു, വർമ്മ കേശു. ആര് വാങ്ങി? സുധീർക്ക് വാങ്ങി. ഞാൻ വാങ്ങിയത് ബദാം. ഇത് ബദാം ഇതൊക്കെ വിൽക്കുന്നൊരു ഷോപ്പുകളാണ്. സ്വന്തം ഷോപ്പ് വെച്ചിട്ട് എടുക്കാൻ മറന്നു ഈ സാധനം. ഇവിടെ എത്തിയപ്പോഴാണ് ഓർമ്മ, യാത്രയിൽ തിന്നാനൊന്നും ഇല്ലാത്തതുകൊണ്ട്. ചെറിയൊരു മാർക്കറ്റാണ്. പാമർ ഹൈവേയിലേക്ക് പോകുമ്പോൾ കണ്ട ഒരു ചെറിയ മാർക്കറ്റാണിത്. ഇതാണ് പാമർ ഹൈവേൻ്റെ ഗേറ്റ് കേട്ടോ. ഓക്കെ, പാമർ ഹൈവേയിലേക്ക് കിടക്കുകയാണ്. എത്ര കിലോമീറ്റർ ഓടുമെന്ന് അറിയില്ല.